വർഷങ്ങളായി തപസ്സിൽ മുഴുകിയ ഒരു യുവതിയുടെ സ്വപ്നത്തിൽ ഹിമാലയത്തിലെ ഒരു യോഗി പ്രത്യക്ഷനായി. അവളുടെ ചെവിയിൽ 3 ദേവതാ നിയമങ്ങൾ മന്ത്രിച്ചുകൊണ്ട് അടുത്തുള്ള കാളീക്ഷേത്രത്തിൽ ചെല്ലാൻ ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പാലിച്ച് ക്ഷേത്രത്തിൽ അവൾ എത്തിയതും വിഗ്രഹത്തിൽ അടങ്ങിയിരുന്ന മുഴുവൻ കുണ്ടലിനി ചക്രങ്ങളും അവളുടെ ശരീരത്തിൽ എന്നേക്കുമായി പ്രവേശിച്ചു. ഇതാണ് ആത്മപ്രതിഷ്ഠ. ഈശ്വരനെ കല്ലിൽ പ്രതിഷ്ഠിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തിൽ ആവാഹിക്കുന്ന പുരാതനമായ യോഗവിദ്യ. ദേവതാ ആവേശം. ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ഒരു ശരീരത്തിൽ പ്രവേശിച്ച് ഭക്തരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ഉപദേശിക്കുന്ന ഒരു ആചാരമാണിത്. അതേസമയം അനുവാദം നൽകിയാൽ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകാനും പല സൂചനകൾ നൽകി നിങ്ങളോട് സംസാരിക്കാനും ഇത്തരം മൂർത്തികൾക്ക് അനായാസം സാധിക്കും. 30 വർഷം മുൻപ് വരെ ഇതെല്ലാം സാധാരണമായിരുന്നുവെങ്കിലും പല തെറ്റിദ്ധാരണകൾ കാരണം പ്രതിഷ്ഠകളോട് സംസാരിക്കാനുള്ള വഴികൾ ഭൂരിഭാഗം വ്യക്തികളും മറന്നുപോയി. ഇതിനാൽ സാമ്പത്തികവും മാനസികവുമായ ധാരാളം കുഴപ്പങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. നിങ്ങളുടെ സ്വപ്നത്തിലും ദേവതകൾ ദർശനം നൽകിയിട്ടുണ്ടാകും. പക്ഷേ ഇനി പറയാൻ പോകുന്ന 3 നിയമങ്ങൾ പ്രയോഗിച്ചാലേ ദർശനത്തിന് പുറമെ ഏറ്റവും മഹത്തായ കുണ്ടലിനി അവേക്കണിംഗ് പോലും പ്രദാനം ചെയ്യാൻ ദേവതകൾ തയ്യാറാവുകയുള്ളൂ. ആ 3 നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ നിയമമാണ് പ്രദക്ഷിണം. എല്ലാ ക്ഷേത്രത്തിലെയും വിഗ്രഹത്തിന് ചുറ്റുമായി കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പാതയുണ്ടാകും. ഈ കൽപ്പാതയിലൂടെ ഈറൻ വസ്ത്രമണിഞ്ഞ പ്രദക്ഷിണം വെക്കണമെന്നാണ് നിയമം. അതിനൊരു കാരണമുണ്ട്. ഒരു വിഗ്രഹം അത് ലോഹത്തിലോ സവിശേഷമായ പദാർത്ഥത്തിലോ സ്ഥാപിച്ചാൽ ഈശ്വരന്റെ ഊർജങ്ങൾ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ഡയാമീറ്ററിൽ പോസിറ്റീവ് വൈബ്രേഷനായി വ്യാപിച്ചിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. സ്വാഭാവികമായും ഈ വലയത്തിലൂടെ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ വിഗ്രഹത്തിൽ അടങ്ങിയിട്ടുള്ള പോസിറ്റീവ് ഹൈ വൈബ്രേഷൻസ് അനായാസം നിങ്ങളുടെ ശരീരത്തിലും ആകർഷിക്കപ്പെടും. ഇങ്ങനെ 100 മുതൽ 108 തവണ വരെ പൗർണമി ദിവസങ്ങളിൽ പ്രദക്ഷിണം ചെയ്താൽ ആ വിഗ്രഹത്തിൽ അടങ്ങിയിട്ടുള്ള തേജസ് പോലും നിങ്ങളുടെ ഓറയിൽ തെളിഞ്ഞു കാണാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിനാലാണ് ദർശനം നടത്തിയ ദിവസം രാത്രി ക്ഷേത്ര പരിസരവും അതിനുള്ളിലെ മൂർത്തിയും സ്വപ്നത്തിൽ തെളിയുന്നത്. രണ്ടാമത്തെ നിയമമാണ് മണ്ഡപം. വിഗ്രഹത്തിന് തൊട്ടു മുന്നുള്ള സ്ഥലത്തെയാണ് മണ്ഡപം എന്ന് പറയുന്നത്. ഇവിടെ ദേവതയുടെ മനോമയ കോശം അഥവാ മെന്റൽ ബോഡി സൂക്ഷ്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥാനത്ത് നിന്ന് ഏകാഗ്രമായി ഒരാൾ എന്ത് ചിന്തിച്ചാലും അതിൻ്റെ ശക്തി പല മടങ്ങ് വർദ്ധിച്ച് വിഗ്രഹത്തിൻ്റെ മനസ്സിലും എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന വാക്യം പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയത്. ചട്ടമ്പി സ്വാമികൾ, ശങ്കരാചാര്യൽ പോലുള്ള എത്രയോ യോഗികളുടെ അനന്തമായ ജ്ഞാനത്തിന് കാരണമായതും മണ്ഡപത്തിൽ നിന്നും അഭ്യസിച്ച ഈ നിയമം തന്നെയാണ്. മൂന്നാമത്തേതും മുൻപ് പറഞ്ഞ 2 നിയമങ്ങളെക്കാളും ശക്തിയുള്ളതുമായ നിയമമാണ് ആത്മപ്രതിഷ്ഠ. ഒരു ക്ഷേത്രത്തിലുള്ള മൂർത്തിക്ക് വരുന്നവരുടെ അപേക്ഷകൾ സഫലമാക്കി കൊടുക്കാൻ മാത്രം ശക്തി ലഭിക്കാൻ കാരണം വിഗ്രഹത്തിൽ യോഗികൾ സ്ഥാപിച്ച ചക്രങ്ങളാണ്. ഇതിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് ജനറലി പറയുക. ഇനി ഇതേ പ്രതിഷ്ഠ വിഗ്രഹത്തിൽ സ്ഥാപിക്കുന്നതിന് പകരം ഒരു മനുഷ്യ ശരീരത്തിൽ പ്രതിഷ്ഠിച്ചാൽ അതിനെയാണ് ആത്മപ്രതിഷ്ഠ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ 2 നിയമങ്ങൾ വിജയകരമായി സംഭവിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇഷ്ടദേവതയ്ക്ക് ആത്മപ്രതിഷ്ഠയിലൂടെ നിങ്ങളുടെ ശരീരത്തിലും പ്രവേശിക്കാനുള്ള താല്പര്യം തീർച്ചയായും ജനിക്കും. ഇങ്ങനെ ദേവതകൾക്കുണ്ടാവുന്ന താല്പര്യത്തിൻ്റെ ഒരു സാമ്പിളാണ് തമിഴ്നാട്ടിലും കർണാടകയിലും കണ്ടുവരുന്ന അരുൾവാക്ക് എന്ന അത്ഭുതം. ഇത്തരം ആവേശങ്ങളിൽ ഏതാനും നിമിഷത്തേക്ക് മാത്രം അവരുടെ 7 ചക്രങ്ങളിലും ടെമ്പററിയായി അവേക്കണാവാറുണ്ട്. പക്ഷേ ശരീരവും മനസ്സും പൂർണ്ണമായും തയ്യാറാവാത്തതുകൊണ്ട് കുറച്ചു സമയം കഴിഞ്ഞാൽ അവർ ബോധരഹിതരാവുകയും ദേവത ശരീരത്തിൽ നിന്നും തിരിച്ച് വിഗ്രഹത്തിൽ ലയിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരു ദേവത പൂർണ്ണമായും നിങ്ങളിൽ പ്രവേശിക്കണമെങ്കിൽ അതിന് ബലമുള്ള ശരീരവും ആ ദേവതയെ ആത്മാവിൽ പ്രതിഷ്ഠിക്കാൻ ശേഷിയുള്ള ജ്ഞാനവും ആവശ്യമാണ്. അമ്പലങ്ങൾ നിർമ്മിച്ചത് പ്രാർത്ഥിക്കാനായിരുന്നില്ല, പകരം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നിങ്ങളുടെ ഉള്ളിലും ചാനൽ ചെയ്യാൻ വേണ്ടിയാണ്. ഈ ബോധ്യത്തോടെ വേണം ഏതൊരു ക്ഷേത്രത്തിലും പ്രവേശിക്കാൻ. എന്നാൽ മാത്രമേ വിഗ്രഹത്തിൽ ഉറങ്ങുന്ന മഹാശക്തികൾ ഉണർന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഭാവിയിൽ മാറുകയുള്ളൂ. അതുകൊണ്ട് ഇന്നു മുതൽ ക്ഷേത്രത്തെ ദൈവത്തിൻ്റെ വാസസ്ഥലമായി കാണാതിരിക്കുക. പകരം പ്രപഞ്ചത്തിൻ്റെ മഹാശക്തികൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സെന്ററായി കണ്ട് ബഹുമാനപൂർവ്വം സമീപിക്കുക.